നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള വ്യത്യാസമാണ്. അവർ രണ്ടുപേരും തമ്മിൽ നല്ല വ്യത്യാസങ്ങളുണ്ട്. പണം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു തെറ്റായിട്ടാണ് പാവപ്പെട്ടവൻ കരുതിയിരിക്കുന്നത്. അന്നന്ന് ജീവിക്കുക, അന്നന്നത് പണിയെടുക്കുന്നത് കൊണ്ട് അന്നന്ന് കഴിഞ്ഞു പോവുക, അത് സാധാരണക്കാരുടെ സ്വഭാവം അത് തന്നെയാണ്. എന്നാൽ പണക്കാരൻ അങ്ങനെയല്ല. അവൻ അന്നന്ന് പണിയെടുക്കുന്ന പൈസ അത് ഭാവിയിലേക്ക് സേവ് ചെയ്യണം, അവന് പണക്കാരനാകണം എന്ന് അവൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്, അല്ലേ? സാധാരണ പണക്കാർക്ക് ഒരു പ്രത്യേകതകളാണ്. അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക തകർച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിലൊരു പരാജയം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉടനെ അവരുടെ ഉത്തരവാദിത്വമായിട്ട് അത് അവർ ഏറ്റെടുക്കും. എന്നാൽ പാവപ്പെട്ടവൻ എന്നാ ചെയ്യണേ? ആ ഉത്തരവാദിത്വം ആരുടെയെങ്കിലും മറ്റുള്ളവർ കാരണമാണ് എനിക്കിതിങ്ങനെ വന്നേ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാണ്ട് സ്വന്തം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിൽ നിന്ന് തിരുത്തി മുന്നോട്ട് പോകാൻ അവർ ശ്രമിക്കുകയില്ല. അതേപോലെ പിന്നെയുള്ളതാണ്, ഏതെങ്കിലും ഈ പണക്കാര് അതിരാവിലെ എണീക്കും, പാവപ്പെട്ടവൻ ഒരു 8 മണിയാകാണ്ട് എണീക്കില്ല. ആ അതിരാവിലെ എണീക്കുന്നതുകൊണ്ട് അയാൾക്ക് ഒത്തിരി കാര്യങ്ങൾ അന്നത്തെ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഈ പാവപ്പെട്ടവൻ അവൻ കിടന്ന് ഉറങ്ങി ഉള്ള സമയം കളയുകയും ചെയ്യും. പിന്നെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, പണക്കാരനധികം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനൊന്നും പോവില്ല. അയാൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ അവർക്കുണ്ടായിരിക്കും. അത് എങ്ങനെയാ പണം ഉണ്ടാക്കണേന്നുള്ള ചിന്തയിൽ അവർ നടക്കും. എന്നാൽ സാധാരണക്കാരനായ ഉള്ള സീരിയൽ കണ്ട് ഉള്ള വാർത്തയിലെ ചർച്ചകൾ കണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ട് 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 രാത്രിയാകുന്നവരെ ഇരുന്നിട്ട് അവസാനം കിടന്നുറങ്ങും. ഒരു ചിന്തയുമില്ല, നാളത്തേന് എന്ത് പണിയെടുത്താൽ മാത്രമേ ജീവിക്കാനുള്ളൂ എന്നുള്ള ചിന്തയിൽ കഴിയും. എന്നാൽ അത് മാറ്റാൻ നമുക്ക് ശ്രമിക്കണം എന്നുള്ള ചിന്ത പോലും അവർക്കില്ല. അവരെങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു പോയാൽ മതി എന്നുള്ള രീതിയിലാണ് അവരുടെ ജീവിതം. പിന്നെ ഈ പണക്കാരന് അവനവൻ്റെ ആരോഗ്യത്തിൽ ഭയങ്കര ശ്രദ്ധയായിരിക്കും. അവൻ എല്ലാ മാസം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ, 6 മാസം കൂടുമ്പോൾ, 1 വർഷം കൂടുമ്പോഴൊക്കെ ചെക്കപ്പൊക്കെ നടത്തി എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. എന്നാൽ പാവപ്പെട്ടവനാണെങ്കിൽ ഒരു ചെക്കപ്പിനും പോവുകയില്ല, ഒന്നുമില്ല. ഉള്ള അസുഖങ്ങളെല്ലാം വരുത്തി വയ്ക്കുകയും ചെയ്യും. മുൻകൂട്ടി ഒരു ഏതെങ്കിലും അസുഖങ്ങളുണ്ടെന്ന് അറിയില്ല, അത് വഷളായി കഴിഞ്ഞിട്ടേ നമ്മൾ അറിയുള്ളൂ. അപ്പോഴത്തേനും നമ്മുടെ കയ്യിലെ പൈസയെല്ലാം തീരുകയും ചെയ്യും. അതേപോലെ ഇൻഷുറൻസ്, പാവപ്പെട്ടവൻ ഒരിക്കലും ഒരു ഇൻഷുറൻസ് എടുത്തു വയ്ക്കില്ല. എന്നാൽ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഹോസ്പിറ്റലിലൊക്കെ ഭയങ്കര ചിലവല്ലേ വരുന്നത്. അപ്പം നമുക്കൊരു ഇൻഷുറൻസ് എടുത്ത് എന്തെല്ലാം സ്കീമുകളുണ്ടെന്നറിയാമോ? പോസ്റ്റ് ഓഫീസിലൊക്കെ ഉണ്ട് ഇൻഷുറൻസ് സ്കീമുകൾ. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു വലിയ തുകയൊന്നുമില്ല എന്നത് അതുപോലത്തെ ഒക്കെ സ്കീമുകളൊക്കെ എടുത്തിട്ട് അത് നമ്മൾ ചെയ്യാം. അതൊക്കെ അടയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബം തകർന്നു പോകില്ല എന്ന് ചിന്തിച്ച് അങ്ങനെ എന്തെങ്കിലും എടുക്കാനും ശ്രമിക്കാതെ എന്നാന്ന് പറയുന്ന ഒരു അസുഖം വരുമ്പോഴത്തേനും കുടുംബസഹിതം തകർന്നു പോകുന്ന രീതിയിലേക്കാകും. എന്നാൽ പൈസക്കാർ അവർ ഇൻഷുറൻസ് ഒക്കെ എടുത്തു വെച്ചേക്കും. അതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് അധികം പൈസ അങ്ങനെ നഷ്ടപ്പെടുകയും ചെയ്യില്ല. പിന്നെയുള്ളതാണ് പാവപ്പെട്ടവൻ, ഞാൻ പറഞ്ഞില്ലേ TV കണ്ടുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു ഫുട്ബോൾ മാച്ചോ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് മാച്ചോ വന്നു കഴിയുമ്പോൾ ഈ പാവങ്ങൾ ഈ TVയും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതോ ഒരു ദിവസമാണെങ്കിൽ വേണ്ടില്ല, വലിയ മാച്ചുകൾ, വേൾഡ് കപ്പ് പോലുള്ള സംഭവങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ ദിവസങ്ങളോളം ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ കണ്ട് അല്ലെങ്കിൽ പകൽ കണ്ട് ഇങ്ങനെ ഇരുപ്പെട്ടവൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ് TVക്ക് അർസാക്കാരനായിട്ട് എങ്ങനെ വരാൻ പറ്റും, സ്പോൺസർഷിപ്പ് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും വരുമാനം ഉണ്ടാക്കാവോ എന്നാണ് അവൻ ചിന്തിക്കുന്നത്. ഈ പാവങ്ങൾ ഇത് കണ്ട് 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 അവൻ്റെ സമയവും കളഞ്ഞ് ജീവിതവും കളഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ജീവിതം അട്ടിമുട്ടി പോകും. അപ്പം അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കുക. പിന്നീട് വേണ്ടതാണ് ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ പാവപ്പെട്ടവർക്ക് നല്ല കഴിവാണ്. പക്ഷെ അവർ ആ തീരുമാനങ്ങളൊന്നും എടുക്കില്ല. പൈസ ഉള്ളവരെക്കാളും നല്ല ആക്റ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ബുദ്ധിപരമായിട്ട് ചെയ്യണമെങ്കിൽ ഈ പാവപ്പെട്ടവർക്ക് നല്ല കഴിവുണ്ട്. പക്ഷെ അവരങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യില്ല. അവർ ആ സമയവും കളഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. പിന്നെയാണ് എന്താ പറയണേ, ഈ നമ്മളൊരു കേട്ടിട്ടുണ്ട്, ഒരു കാർ കമ്പനിയുടെ ഒരു പരസ്യം, കാർ കമ്പനിക്കാരോട് ഒരു ആൾ ചോദിച്ചു, എന്താണ് കാർ കമ്പനിയുടെ ഒന്നും പരസ്യം, ഈ വലിയ വലിയ കാറിൻ്റെ ഒന്നും പരസ്യം ഈ TVക്കകത്ത് വരാത്തതെന്ന് ചോദിച്ചപ്പം അയാൾ അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു എന്ന് പറയുന്നത് കേൾക്കാം. അതായത് TV കാണുന്നവർ മുഴുവൻ വലിയ വലിയ കാറുകൾ മേടിക്കണമെന്നില്ല, അവരവരുടെ സമയം വേസ്റ്റാക്കി കളഞ്ഞുകൊണ്ടിരിക്കുക, അവർക്ക് പണമില്ല, അല്ലാത്തവരാണ് പണം ഉണ്ടാക്കുന്നതെന്ന്. അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ നമ്മൾ വെറുതെ ഇരുന്നാണ് നമ്മുടെ സമയവും സന്ദർഭവും എല്ലാം കളയുന്നതെന്ന്. പിന്നെ ഈ പാവങ്ങൾക്ക് ഒരു സേവിങ്ങും കാണില്ല. അന്നന്ന് കിട്ടുന്നു, അന്നന്ന് അവർ ചിലവാക്കി അടിച്ചു പൊളിച്ച് അന്ന് ജീവിക്കുന്നു. എന്നാൽ നാളത്തേക്ക് ഒരു ചെറിയ സമ്പാദ്യം വരും. അപ്പോൾ ഇപ്പോൾ ചോദിക്കും, പൈസ ഉണ്ടായിട്ട് വേണ്ട സമ്പാദിക്കാൻ. കയ്യിൽ നമുക്ക് ഒരു 500 രൂപ കിട്ടണമെങ്കിൽ അതിനകത്ത് 100 രൂപ സമ്പാദിക്കാൻ നമ്മൾ ശ്രമിച്ചു നോക്കി. ഇഷ്ടം പോലെ സ്കീമുകളുണ്ട്, പോസ്റ്റ് ഓഫീസുണ്ട്, അല്ലെങ്കിൽ ഇപ്പം 50 രൂപ എന്തെങ്കിലും
മ്യൂച്വൽ ഫണ്ടുകളായിട്ടുണ്ട്, എല്ലാം ഉണ്ടെന്നേ. നമ്മൾ അന്വേഷിച്ചിട്ട് നല്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഭാവിയിലേക്ക് ഒരു നല്ല വരുമാനമായിട്ട് കിട്ടും, നല്ലൊരു സമ്പാദ്യമായിട്ട് കിട്ടും. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ സേവ് ചെയ്യാൻ പഠിക്കുക. പിന്നെ പാവപ്പെട്ടവരുടെ പിള്ളേർക്ക് പറ്റുന്ന കുഴപ്പം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രായം കഴിയുമ്പോൾ ഒരു 10-22 വയസ്സാകുമ്പോഴത്തേനും അവരെ പിടിച്ച് പെണ്ണ് കെട്ടിക്കാൻ വേണ്ടി കാരണവന്മാർ നടക്കും. എന്തെങ്കിലും ഒരു എന്താ പറയുക, എവിടെയെങ്കിലും പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പിടിച്ച് കല്യാണം കഴിപ്പിക്കുന്നത്. പിന്നെ അവർക്ക് മക്കളായി വീണ്ടും ഒരു കടത്തിലേക്ക് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. അവരുടെ മക്കളുടെ വിദ്യാഭ്യാസമായി പിന്നെ ഉള്ള മിച്ചമൊന്നുമില്ല, അങ്ങനെ ഒരു അവസ്ഥ. എന്നാൽ പണക്കാരൻ അങ്ങനെയല്ല, അവൻ ജോലി മേടിച്ച് മക്കൾക്ക് എവിടെയെങ്കിലും നല്ല സേഫാക്കി എന്നറിഞ്ഞ ശേഷം മാത്രമേ അയാൾ മക്കളെ കല്യാണം കഴിപ്പിക്കുകയോ അല്ലെങ്കിൽ അതുപോലെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കി കൊടുക്കുകയോ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കുമെന്നേ. എല്ലാം നമ്മൾ പാവപ്പെട്ടവനായിട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കും പൈസ ഉണ്ടാക്കാൻ സാധിക്കും, നമ്മൾ ശ്രമിച്ചാൽ മാത്രം മതി. അധികം പേര് ശ്രമിക്കുകയില്ല പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ അന്നന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമം അത് തന്നെ ഉപേക്ഷിച്ച് നമ്മളെല്ലാവരും രക്ഷപ്പെടും. നമുക്ക് പൈസ ഉണ്ടാക്കണം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടായാൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കും. അത് ഏത് മനുഷ്യനാണേലും അതെ. അല്ലാണ്ട് ഇത് ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞാൽ മതി എന്നും പറഞ്ഞിരുന്നാൽ ഒരിക്കലും പണക്കാരനാവോ നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് അനുഭവിക്കാനോ. നമുക്ക് വേണ്ടി പണിയെടുക്കണം. ആ രീതിയിലേക്ക് നമുക്കാകണമെങ്കിൽ നമ്മൾ സേവ് ചെയ്യണം പണം. അത് കുഞ്ഞുനാൾ തൊട്ടതെ. നമ്മൾ ഒരു സമയം വരെ നമ്മൾ പൈസയ്ക്ക് വേണ്ടി പണിയെടുക്കുക, അത് കഴിയുമ്പോൾ പൈസ നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അതൊക്കെ വലിയ വലിയ കോടീശ്വരന്മാരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അവർ വലിയ പണിയൊന്നും എടുക്കണില്ല. കുറേ കഴിയുമ്പോൾ അവരുടെ പൈസ ഓരോ ബിസിനസ്സിലേക്ക് ഇറക്കി കൊടുത്തു. ആ ബിസിനസ് വികസിച്ച് പിന്നെ പൈസ അവരിലേക്ക് ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് ഇവർ സ്ഥിരം ഇങ്ങനെ കഷ്ടപ്പെടുകയല്ലേ. എവിടെയെങ്കിലും അംബാനിയോ അല്ലെങ്കിൽ അദാനിയോ ഒക്കെ ചായ അടിക്കണതോ അല്ലെങ്കിൽ അതുപോലെ പണിക്ക് പോകുന്നതോ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവരുടെ ബിസിനസ് ഇങ്ങനെ വികസിച്ച് പോകുമ്പോൾ അവരിലേക്ക് പൈസ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കും. പിന്നെ പൈസയാണ് പണിയെടുക്കണം അവർക്ക് വേണ്ടിയിട്ട്. അതുപോലെ ആകാൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് സാധിക്കുന്നേ, എല്ലാവർക്കും സാധിക്കുന്ന ഒരു ഇതാണ്. അല്ലാണ്ട് നമുക്കൊന്നുമില്ല, നമുക്ക് പറ്റില്ല, അവർക്കേ പറ്റുള്ളൂ, അവർ വലിയ പൈസക്കാരാ എന്നും പറഞ്ഞിരിക്കണ്ട. ആർക്കും പറ്റും. അപ്പം നിങ്ങളൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ. നമുക്ക് സാധിക്കാത്ത ഒന്നുമില്ല ഈ ലോകത്ത്. ഈ ലോകം എന്ന് പറയണേ ഉരുണ്ടതല്ലേ, പിന്നെയും കറങ്ങി നമ്മളിലേക്ക് തന്നെ വരും ഇത്. അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കി എല്ലാവരും. ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കണ അധികവും പാവപ്പെട്ടവരാ. അതായത് ക്രെഡിറ്റ് കാർഡിന് ഭയങ്കര പലിശ നിരക്കാണ്. അത് കൃത്യസമയത്ത് അടച്ചില്ലെങ്കിൽ നമുക്ക് വമ്പിച്ച നഷ്ടമാണ് സാധനം. ഒരു ആവേശത്തിന് പോയിട്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡൊക്കെ എടുക്കും. അപ്പം നമ്മൾ 2 വട്ടവും കൂടെ ചിന്തിക്കണം. ഇതെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കടത്തിലേക്കാണോ ആകണേന്ന്. പക്ഷെ സാധാരണക്കാർക്ക് എന്താ പറ്റുന്നതെന്ന് അറിയാവോ? ഈ ക്രെഡിറ്റ് കാർഡ് പോയി എടുക്കും. അത് എന്നിട്ട് കൃത്യസമയത്ത് അടക്കില്ല. പൈസ കിട്ടിയില്ലോ, 25,000 കിട്ടി, 50,000 കിട്ടി, 1,00,000 രൂപ വരെ കിട്ടിയില്ലോ എന്ന് ഓർത്തുന്ന സന്തോഷത്തോടെ ഇരിക്കും. ഇതിന്റെ പലിശ നിരക്ക് കൂടുതലാണ്. കൃത്യസമയത്ത് അടച്ചില്ലെങ്കിൽ, എല്ലാ മാസവും കൃത്യമായിട്ട് അടച്ച് തീർത്തില്ലെങ്കിൽ അത് നമ്മുടെ ഒക്കെ ഒരു പാരയാന്നുള്ള ചിന്തിക്കില്ല. സത്യം പറഞ്ഞില്ല, ക്രെഡിറ്റ് കാർഡ് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന വലിയ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള സാധനം അത് വലിയ വലിയ പൈസക്കാർ ഉദ്ദേശം ഉണ്ടാക്കിയ സാധനമാണ്. നമ്മളിപ്പോൾ ഉപയോഗിക്കണ മുഴുവൻ സാധാരണക്കാരാണ്. അവർക്ക് പൈസ റോള് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സാധനം ഇത്. അതിപ്പോൾ ഉപയോഗിക്കുന്ന മുഴുവൻ ഈ പാവപ്പെട്ടവരായ അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ ഉപയോഗിച്ചിട്ട് വീണ്ടും കടത്തിലേക്കാകുക ചെയ്യണത്. അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിക്കണവരെ ഒരു 2 വട്ടവും കൂടെ ആലോചിക്കുക. അതിൻ്റെ പലിശ നിരക്കിനെ കുറിച്ചൊക്കെ ചിന്തിക്കുക. അത് നമുക്ക് പാരയായിട്ട് വന്നുണ്ടോ എന്ന് ചിന്തിക്കുക. അപ്പം അങ്ങനെയുള്ളതൊക്കെ പരമാവധി ഒഴിവാക്കുക. ഒരു ആവേശത്തിന് പുറത്തൊക്കെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കും. പക്ഷേ 100 ആവേശത്തിൻ്റെ പുറത്ത് ചിലപ്പോൾ അതിനകത്ത് നിന്ന് ഊരിപ്പോരാൻ നമുക്ക് സാധിക്കാതെ വരും. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ജീവിതം നല്ല സന്തോഷമാക്കാൻ എല്ലാവരും ശ്രമിക്കണം. ഓക്കെ, എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.